ചന്ദ്രനിലേക്ക് അപ്പോളോ യാത്രികർ പോയതിനേക്കാൾ കുറച്ചുകൂടി ദൂരം കൂടിയ ഒരു യാത്ര എന്നതിനേക്കാൾ ചൊവ്വ എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണോ? ചൊവ്വയിലേക്ക് പോവുക അസാധ്യമാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു ദശകത്തിന് മുമ്പ് ഇപ്പോൾ എലൺ മസ്കിൻ്റെയും മറ്റും വളരെ വലിയ വലിയ പ്രതീക്ഷകളുടെ ചിറക് വിരിച്ചുകൊണ്ട് നമ്മളും ചൊവ്വ യാത്രകളെ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ ഈ 10 വർഷത്തിനുള്ളിലേക്ക് ചൊവ്വയിലേക്ക് പോകാൻ കഴിയും എന്ന് അവകാശപ്പെടുമ്പോഴും ടെക്നിക്കലി മനുഷ്യൻ നേരിടാൻ പോകുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു യാത്ര നടത്തുകയാണ്. ആ യാത്രയിൽ ഭൂമിയിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നത് മുതൽ ചൊവ്വയിലെത്തി അവിടെ നിന്ന് ഭൂമിയിലേക്ക് തിരികെ പുറപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ നിന്ന് ചൊവ്വയിലേക്ക് പോകുന്നത് പോലെ തന്നെയാണ് ചൊവ്വയിൽ നിന്ന് ഭൂമിയിലേക്ക് തിരികെ വരുന്നത്, എക്സെപ്റ്റ് നമ്മൾ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യുന്ന വെല്ലുവിളി ഒഴിച്ചു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞത് ശൂന്യാകാശത്ത് കൂടിയുള്ള യാത്രയുടെ വെല്ലുവിളികളാണ്. എന്തായാലും നിങ്ങൾ എന്നോടൊപ്പം ഈ യാത്രയിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ ചാനൽ എപ്പോഴും പിന്തുടരുന്നത് പോലെ കോൺസ്പിറസികളോ ഓവർ എക്സ്പെക്റ്റേഷനുകളോ ഒന്നും തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ചൊവ്വയിലേക്ക് മനുഷ്യൻ പോകാനായിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ചൊവ്വയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന വെല്ലുവിളികളും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളോട് മറച്ചു വെക്കേണ്ട കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടൊരു സ്പേസ് എന്തൂസിയാസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയ സംശയങ്ങളും ഞാൻ അതിന് കണ്ടെത്തിയ പോസിബിൾ ആയിട്ടുള്ള ചില ആൻസറുകളുമാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും അവതരിപ്പിക്കാം. ഹായ് ഫ്രണ്ട്സ്, JR സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. സ്വാഭാവികമായിട്ടും ചൊവ്വയിലേക്കുള്ള യാത്ര ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയതോ പോലെയുള്ളത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് പോകുന്നത് ഒരാഴ്ച നീളുന്ന പ്രോസസ്സാണെങ്കിൽ ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്ക് പോകുന്നത് അതിൻ്റെ 100 മടങ്ങ് നീളുന്ന പ്രോസസ്സാണ്. കേവലം 7 മാസം മുതൽ 9 മാസം വരെ മിനിമം, അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം, മിനിമം യാത്ര ചെയ്യാൻ ആവശ്യമായ സമയം വേണ്ടി വരുന്ന ഒരു വലിയ വലിയ യാത്രയാണ് ചൊവ്വ യാത്ര. അതുകൊണ്ട് തന്നെ ആ ദൈർഘ്യം എന്ന് പറയുന്നത് നമുക്ക് താരതമ്യപ്പെടുത്തുക അത്ര സിമ്പിളല്ല. ഇനി നമുക്ക് ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് പോകുന്നതിൻ്റെ വെല്ലുവിളി നോക്കാം. നമുക്കറിയാം, ഏകദേശം വെറും 400 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ അതിവേഗത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് മനുഷ്യനെ അയക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും അത്രത്തോളം കൃത്യതയും വളരെയധികം പ്ലാനിങ്ങും ആവശ്യമുള്ളൊരു പ്രൊസീജിയർ തന്നെയാണ്. ഒരു ചെറിയ തെറ്റുപോലും കൊണ്ടെത്തിക്കുന്നത് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കാണ്. 2 3 അതിലധികമോ ആളുകളായിരിക്കും പലപ്പോഴും സ്പേസിലേക്ക് പോവുക. അങ്ങനെ വരുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലൂടെ കുതിച്ചു പാഞ്ഞ് 400 കിലോമീറ്റർ മുകളിൽ എത്തിയതിന് ശേഷം കൃത്യമായിട്ട് ISSൻ്റെ വേഗത ട്രാക്ക് ചെയ്ത് അതിൽ വളരെ വളരെ കൃത്യമായിട്ട് ഡോക്ക് ചെയ്തുകൊണ്ടാണ് ആളുകൾ പ്രവേശിക്കുന്നത്. ISSൻ്റെ ഡോക്കിങ്ങിനെ കുറിച്ചും അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നാലും ഇവിടെ 400 കിലോമീറ്ററിനെയാണ് നമ്മൾ 5.5 കോടി കിലോമീറ്ററിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, ISSലേക്ക് പോയത് ശേഷമല്ല ചൊവ്വയിലേക്ക് പോകുക. നേരിട്ട് ഭൂമിയിൽ നിന്നൊരു വലിയ റോക്കറ്റിൻ്റെ സഹായത്തോടു കൂടി കുതിച്ചു പൊങ്ങിയതിന് ശേഷം പ്രധാനമായിട്ടും ഇന്ധനത്തിൻ്റെ സഹായത്തോടു കൂടി ചൊവ്വയിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ചന്ദ്രനാകട്ടെ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആകട്ടെ, ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചന്ദ്രൻ ഒരു ദീർഘവൃത്താകാരമായ പാതയിലാണ് ഭൂമിയെ ചുറ്റുന്നതെങ്കിലും നമുക്ക് ചന്ദ്രൻ ഭൂമിയോട് അടുത്ത് വരുന്ന സമയത്ത് അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് ലോഞ്ചിങ് ഡേയ്സ് നമുക്ക് തീരുമാനിക്കാം. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണെങ്കിലും കാലാവസ്ഥ അനുയോജ്യമാണ്, കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 മാസത്തിൽ ഏകദേശം എല്ലാ ദിവസവും വേണമെങ്കിൽ ലോഞ്ച് സെറ്റ് ചെയ്യാനും സാധിക്കും. എവിടെയാണ് ISSൻ്റെ പൊസിഷൻ എന്നതിനനുസരിച്ച്. പക്ഷേ ചൊവ്വയിൽ അങ്ങനെയല്ല. ഭൂമിയും ചൊവ്വയും സൂര്യൻ എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഒബ്ജക്റ്റിനെ ദീർഘവൃത്താകാരമായ പാതയിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ന് ലോഞ്ച് ചെയ്യണം, എത്ര വേഗത്തിൽ പോകണം, എപ്പോൾ എത്തിച്ചേരണം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. പണ്ട് പഴഞ്ചൊല്ലുകളിലൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മളൊരു നായയെ കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ, അത് തെറ്റാണ്, എന്നാലും ഒരു നായയെ നമ്മൾ കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ 1 മുഴം മുന്നേ എറിയണം. കാരണം ഓടുന്ന നായയ്ക്ക് 1 മുഴം മുന്നേ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പിന്നിലുള്ളത് ടെക്നിക്കലി നായ നമ്മുടെ കല്ല് അവിടെ എത്തുന്ന സമയം കൊണ്ട് കുറച്ചുകൂടി ദൂരം കവർ ചെയ്യും. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി എറിയണം എന്നുള്ളതാണ്. ഇതേപോലെ നമ്മൾ ചന്ദ്രനിലേക്ക് സെൻഡ് ചെയ്താലോ, ചന്ദ്രനിലേക്ക് പോകാൻ കുറച്ച് മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങൾ വരെ എടുക്കാം ശക്തമായ റോക്കറ്റുകളുടെ സഹായത്തോടു കൂടി. അങ്ങനെയാണെങ്കിൽ പോലും ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ ചന്ദ്രനിലേക്ക് പോകുന്നതിന് പകരം അനന്തമായ പ്രപഞ്ചത്തിലേക്കായിരിക്കും വാഹനം പോവുക. ചൊവ്വയിലേക്കാണെങ്കിലോ നമ്മൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് ചൊവ്വ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തത്തില്ല. അത് മാത്രമല്ല, പലപ്പോഴും ഭൂമിയേക്കാൾ ദൂരെയാണ് ചൊവ്വ. ഭൂമി സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയത്തേക്കാൾ 2 മടങ്ങോളം ഏകദേശം സമയം ചൊവ്വ സൂര്യനെ ചുറ്റാൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക സമയങ്ങളിലും
ഭൂമിക്കും ചൊവ്വയ്ക്കുമിടയിൽ സൂര്യൻ വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഭൂമിയും ചൊവ്വയും ഏകദേശം അടുത്ത് വരുന്ന സമയത്ത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ റോക്കറ്റ് ചൊവ്വയെ ഫോളോ അപ്പ് ചെയ്ത് പുറകെ പോകണം. അതിനു മുമ്പ് ഭൂമിയും ചൊവ്വയും ഒരേ സൈഡിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച് പിന്നീട് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതാണ് സാധാരണ രീതി. അതായത് കൃത്യമായിട്ട് ഭൂമിയും ചൊവ്വയും അടുത്തടുത്ത് വരാൻ സാധ്യതയുള്ള ദിവസം നോക്കി ലോഞ്ച് ചെയ്യുന്നു. ലോഞ്ചിങ്ങിൽ യാതൊരു പ്രശ്നവും വരുന്നില്ല. ഭൂമിയിൽ നിന്ന് കുതിച്ചു പൊങ്ങി വളരെ ഉയരത്തിൽ പോയതിനു ശേഷം ചൊവ്വയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ ISSൻ്റെയൊക്കെ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിക്കാതെ കൂടുതൽ ഉയരത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ലോഞ്ച് ചെയ്ത് കഴിയുന്ന റോക്കറ്റിന് തന്നെ ഒരുപാട് ഇന്ധനമുണ്ടെങ്കിലാണ് സ്പേസിൽ എത്തിച്ചേരാൻ സാധിക്കുക. അപ്പോൾ തന്നെ ഇന്ധനം ഏകദേശം പകുതിയോ അതിൽ കൂടുതലോ ഒക്കെ തന്നെ തീർന്നാൽ പോലും ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാൻ ഇന്ധനം ആവശ്യമുണ്ട്. ചൊവ്വ വരെ എത്തിച്ചേരണം. എന്തെങ്കിലും ട്രാക്ക് വ്യത്യാസം ഉണ്ടായാൽ കൂടുതൽ ഫ്യൂവൽ ബേൺ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ധനം കത്തിക്കണം. അപ്പോൾ സ്പേസ് എക്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് സ്പേസിൽ തന്നെ, അതായത് ISSൻ്റെ ട്രാക്കിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു റീഫ്യൂവലിംഗ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി ചൊവ്വയിലേക്ക് പ്രൊപ്പൽ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് അറിയില്ല. ഓരോ പ്രൊസീജിയർ അല്ലെങ്കിൽ ഓരോ ടെക്നിക്ക് ആഡ് ചെയ്യുന്നതോറും കോംപ്ലിക്കേഷൻ കൂടിക്കൂടി വരും. ഇനി നമുക്ക് യാത്രയിലേക്ക് പോകാം. ഏകദേശം 9 മാസമാണ് ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാൻ എടുക്കുക എന്നുള്ള അനുമാനം എത്തിയാൽ പോലും 1 വർഷത്തിലോ 2 വർഷത്തിനോ അകത്ത് എപ്പോഴാണോ ചൊവ്വയിലേക്ക് പോകാൻ കഴിയുക എന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം 9 മാസം യാത്ര ചെയ്ത് ചൊവ്വയിലെത്തുന്നു. 2-3 മാസം ചൊവ്വയിൽ കഴിയുന്നു. അതിനുശേഷം തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. നമ്മൾ ചൊവ്വയിൽ എത്തിക്കഴിഞ്ഞാൽ പോലും തോന്നുമ്പോൾ ഭൂമിയിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൊവ്വയും ഭൂമിയും തമ്മിലുള്ള മിനിമൽ ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് റോക്കറ്റ് കത്തിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ആ സമയമാണ് എടുക്കുക. അത് മാത്രമല്ല, ലൈൻ ടു ലൈൻ കോണ്ടാക്റ്റ് സൂര്യനെ കാരണം ചിലപ്പോൾ എപ്പോഴും കിട്ടാനും സാധ്യതയില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. വാലറി പോളിയാക്കോവ് എന്ന് പറയുന്ന കോസ്മോനട്ടാണ് ഏറ്റവും കൂടുതൽ സമയം സ്പേസിൽ ചിലവഴിച്ചിട്ടുള്ളത്. അദ്ദേഹം ചിലവഴിച്ചത് ഏകദേശം 14 മാസത്തോളമാണ്. അതായത് 21 മാസം, ഞാൻ ഉദ്ദേശിക്കുന്ന 9 + 3 മാസം ചൊവ്വയിൽ, റിട്ടേൺ 9 ആണെങ്കിൽ 21 മാസത്തോളം നീളുന്ന ചൊവ്വ യാത്രയുടെ അത്ര വരില്ല ഏറ്റവും കൂടുതൽ സമയം ഭൂമിക്ക് വെളിയിൽ ജീവിച്ച വ്യക്തി എന്ന് പറയുന്നത്. നമുക്ക് ISSൻ്റെ കാര്യം എടുത്താൽ തന്നെ അവിടെ എന്തെല്ലാം വെല്ലുവിളികളുണ്ടെന്നറിയാം. അവിടെ മൈക്രോഗ്രാവിറ്റിയാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് കാർഗോ എത്തുന്നുണ്ടെങ്കിലും അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ്, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളാണ്. അവരൊരുപാട് എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. പ്ലസ് അവരുടെ ശാരീരികാവസ്ഥ കൃത്യമായിട്ട് ഭൂമിയിൽ നിന്നും ലൈവായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈവൻ ഒരാൾ ചന്ദ്രനിലാണ് ലാൻഡ് ചെയ്യുന്നതെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ എററുകളോ അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ടുകളോ ആവശ്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഭൂമിയുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ISSലാണെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഈ യാത്രാ മധ്യയിൽ പോലും ഒരു പരിധിക്കപ്പുറം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സാറ്റലൈറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഇവർ യാത്ര ചെയ്യുന്ന ആ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു സിഗ്നൽ ഭൂമിയിലെത്തി അതിന് ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. ഈവൻ ചൊവ്വയിൽ നിന്ന് ഒരാൾ ഫോൺ കോൾ ചെയ്താൽ 20 മിനിറ്റോളം വരും ഭൂമിയിൽ ആ ഫോൺ കോൾ എത്തിച്ചേരാൻ. അവിടെ നിന്ന് ഹലോ എന്ന് പറയുമ്പോൾ ആ ഹലോ എന്നുള്ള മെസ്സേജ് 20 മിനിറ്റ് കൂടുതലോ കുറവോ 9 മുതൽ 24 മിനിറ്റ് വരെ പോകാം. അതിനിടയ്ക്കാണ് ഭൂമിയിലെത്തുക. അതിനുശേഷം നമ്മൾ റിപ്ലൈ വീണ്ടും അത്രയും സമയം സഞ്ചരിച്ചാണ് ചൊവ്വയിലെത്തുക. ദൂരം മാറുന്നതനുസരിച്ച് അതിൻ്റെ ടൈം മാറാം. ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് സൂര്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ടെക്നിക്കലി കമ്മ്യൂണിക്കേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ചൊവ്വയിലേക്ക് യാത്ര ചെയ്യുന്ന മൊഡ്യൂളിൻ്റെ അകത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ കൊണ്ടുപോകേണ്ടതൊക്കെ തന്നെ ആ ഒരു മൊഡ്യൂളിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. ഏകദേശം 9 മാസം വരുന്ന യാത്രയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നമുക്ക് ചലിക്കാനോ എക്സർസൈസ് ചെയ്യാനോ അതുപോലെ നമുക്കൊന്ന് ഫ്രീ ആകാനോ സാധിക്കണമെന്നില്ല. 2-3 ആളുകളായിരിക്കും. കുറേ നാൾ സ്പേസിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടൽ, ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണെന്നുള്ള ബോധം എന്നിവയൊക്കെ തന്നെ സൈക്കോളജിക്കലി ആസ്ട്രോനട്ടുകളെ നന്നായിട്ട് ബാധിക്കുന്നതാണ്. നമുക്ക് തന്നെ ഈ ക്വാറന്റൈൻ പീരീഡിൽ പലർക്കും വീട്ടിനകത്ത് എത്രത്തോളം സോഷ്യലി വിർച്വലി കണക്റ്റഡ് ആയിരുന്നു എങ്കിൽ പോലും ഉണ്ടായ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ചില്ലറ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു യാത്ര, ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കുറേ മാസങ്ങളിൽ ഇങ്ങനെ ഇരുട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അതിഭീകരമാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലുള്ള ടെക്നിക്കൽ സപ്പോർട്ടുകൾ വളരെയധികം ബുദ്ധിമുട്ടേറിയതാണ് എന്നുള്ള കാര്യവും വിസ്മരിക്കാൻ സാധിക്കില്ല. ഇനി നമ്മുടെ ബോഡിയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഫസ്റ്റ്, റേഡിയേഷൻ. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഹൈറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ തന്നെയാണ് കഴിയുന്നത്. അത് ISSലുള്ള ആളുകളായാലും അവരേകദേശം ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ തന്നെ കഴിയുന്നത് കൊണ്ട് വളരെയധികം റേഡിയേഷനൊന്നും അടിക്കുന്നില്ല. എന്നാലും നോർമലി നമ്മുടെ ഭൂമിയിലിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ 5ഓളം മടങ്ങ് റേഡിയേഷൻ അവരുടെ ശരീരത്തിൽ അടിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്നതായാലും
കോസ്മിക് റേസുകളായാലും അവരുടെ ശരീരത്തെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ചില്ലറ നമ്മുടെ അലുമിനിയം കവറിങ്ങുകൾ കൊണ്ടോ ശക്തമായ മൊഡ്യൂളുകൾ കൊണ്ടോ ഒന്നും നമുക്കങ്ങനെ തടയാൻ കഴിയുന്നതല്ല അപകടകരമായ വികിരണങ്ങൾ. നമ്മുടെ ശരീരത്തിൽ നിലവിലടിക്കുന്ന വികിരണങ്ങൾ നമുക്ക് ദോഷമുണ്ടാകാത്ത വിധമാണ് നമ്മൾ പരിണമിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് സ്ഥലം മാറുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് നമുക്ക് ദോഷകരം തന്നെയാണ്. ചൊവ്വയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ളതാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷനുകളും പ്രപഞ്ചത്തിൻ്റെ പല കോണുകളിൽ നിന്ന് വന്നിടിക്കുന്ന ബൊമ്പാർഡ് ചെയ്യുന്ന കോസ്മിക് റേസുകളും എല്ലാം ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടിക്കൊണ്ടിരിക്കും. ISSൽ ഇരിക്കുന്നവരെക്കാൾ അപകടകരമാണ് ക്യാൻസർ ഉണ്ടാകാൻ ചൊവ്വ യാത്ര ചെയ്യുന്നവർക്കുള്ള സാധ്യത. ഏകദേശം ചന്ദ്രനിൽ പോയവർ ഒരാഴ്ചത്തോളമാണ് റേഡിയേഷൻ അനുഭവിച്ചതെങ്കിൽ ഇവർ അനുഭവിക്കാൻ പോകുന്നത് നിയർലി 20 മാസത്തോളമാണ്. ഭൂമിയെപ്പോലെ സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് മനുഷ്യനില്ല. കാരണം നമ്മൾ ഇവിടെയാണ് ജീവിക്കാനായിട്ട് പരിണമിച്ചത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മുകളിൽ പോയി കഴിഞ്ഞാൽ പോലും ഓക്സിജൻ കിട്ടാത്ത സ്റ്റേജ് ആയതുകൊണ്ട് ഭൂമിയുടെ സർഫസിൽ നിന്നും 8 കിലോമീറ്ററിന് മുകളിലേക്കുള്ള എല്ലാ സ്ഥലവും മനുഷ്യന് ഡേഞ്ചറസ് പ്ലേസസ് ആണ്, ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ഥലമാണ്. ചൊവ്വയുടെ സർഫസും ചന്ദ്രൻ്റെ സർഫസും ഒക്കെ തന്നെ അപകടകരമാണ്. നിൽക്കാൻ ഒരിടമുണ്ട്, അല്പം ഗുരുത്വാകർഷണമുണ്ട് എന്നുള്ളത് കൊണ്ട് അപകടമില്ലാതാകുന്നില്ല. അതുകൊണ്ട് തന്നെ ചൊവ്വയിലേക്ക് പോകുന്ന മൊത്തം യാത്രയിലും ശരീരം മുഴുവൻ അതിശക്തമായിട്ടുള്ള റേഡിയേഷനുകൾ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള ഒരു പ്രശ്നത്തിന് നിലവിൽ യാതൊരു പരിഹാരവും നമ്മുടെ കയ്യിലില്ല. അടുത്തത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റമാണ്. നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ശരീരത്തിനോട് ബന്ധിപ്പിച്ച പ്രത്യേകതരം വള്ളികൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് അവർ എക്സർസൈസ് ചെയ്യുകയും കൃത്യമായിട്ട് ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം റിലേറ്റീവ്ലി യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതായത് ഓരോ തവണ ISSലേക്ക് പോകുന്നതും ഓരോ പരീക്ഷണങ്ങൾ കാണല്ലോ. പക്ഷേ ചൊവ്വയിലേക്ക് പോകുന്ന സമയത്ത് ലിമിറ്റഡ് സ്പേസ് എന്നുള്ളൊരു പ്രശ്നം കൊണ്ടെത്തിക്കുന്നത് മറ്റൊരു അപകടത്തിലേക്കാണ്. അതായത് അധികം ചലിക്കാനോ കാര്യമായിട്ട് എക്സർസൈസ് ചെയ്യാനോ കഴിയുന്നത്ര സ്പേസ് അതിലുണ്ടായിരിക്കണം എന്നില്ല. അഥവാ അതിലുണ്ടായിരുന്നാൽ പോലും ദീർഘമായിട്ടുള്ള ഈ ഒരു യാത്ര, ഏകദേശം 20 മാസത്തോടടുപ്പിച്ചുള്ള യാത്ര ശരീരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ടും നമ്മുടെ ഹൃദയത്തിന് താഴോട്ടുള്ള പാർട്ടുകളിലേക്ക് ബ്ലഡ് പോകുന്നതിനുള്ള പ്രഷറും നമ്മുടെ ഹേർട്ടിന് മുകളിലേക്ക് നമ്മുടെ ഹെഡിലേക്ക് കൂടുതൽ എനർജി ആവശ്യമുള്ള ഹെഡിലേക്ക് വരുന്ന ബ്ലഡ് പ്രഷറും ഒക്കെ തന്നെ പ്രത്യേക രീതിയിലാണ് ഹേർട്ട് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സ്പേസിലെത്തുമ്പോൾ നമ്മുടെ ശരീരം അഡാപ്റ്റ് ചെയ്യുമെങ്കിലും ഹൃദയത്തിന് അറിയില്ല. അതിന് പെട്ടെന്ന് മെക്കാനിസം മാറ്റാനൊന്നും സാധിക്കില്ല. നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തലയുടെ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ സൈനസുമായി ബന്ധപ്പെട്ട വേദന അതിഭീകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ അവിടെയുള്ള ലിംഫ് വെസലുകളൊക്കെ നിറയുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിൽ വളരെയധികം പ്രഷർ ഉണ്ടാവുകയും നമ്മുടെ നേത്രഗോളത്തിൻ്റെ ഷേപ്പ് ഡിസ്റ്റോർട്ട് ആകുന്നത് കൊണ്ട് കാഴ്ചയ്ക്ക് പരിമിതികൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലും അനുഭവപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകതയുള്ള കണ്ണട ഉപയോഗിച്ചുകൊണ്ട് അവർ കാഴ്ചയുടെ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാറുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ അസ്ഥികളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ബലക്ഷയം ഉണ്ടാകുന്നു എന്നുള്ള പ്രശ്നം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എല്ലുകൾക്ക് ചുറ്റുമുള്ള മസിലുകൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. ഞാനിവിടെ വെറുതെ ഇരുന്ന് സംസാരിക്കുമ്പോഴും ഗ്രാവിറ്റി കൃത്യമായിട്ട് എന്നെ താഴേക്ക് വലിക്കുന്നുണ്ട്. എൻ്റെ ശരീര അവയവങ്ങളിലെ മസിലുകൾക്ക് കൃത്യമായിട്ട് സ്ട്രെച്ച് ചെയ്ത് അവർക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. നമുക്കറിയാം, നമ്മൾ ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണ്, കൃത്യമായിട്ട് ശരീരത്തിൽ പോഷകങ്ങൾ എത്തുകയാണെങ്കിൽ നമ്മുടെ മസിലുകളൊക്കെ തന്നെ കൂടുതൽ ബിൽഡപ്പായി വരും, ഇല്ലേ? ഇത് നേരെ തിരിച്ച് സംഭവിച്ചാലോ? നമ്മുടെ ശരീരത്തിൽ ഗ്രാവിറ്റി ഒന്നുമില്ല, നമ്മൾ ഹാർഡായിട്ടുള്ളതോ സോഫ്റ്റ് ആയിട്ടുള്ളതോ വർക്കുകളൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ ശരീരത്തിന് വലിയ ആയാസമില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ മസിലുകൾ ഡീഗ്രേഡ് ചെയ്യാൻ ആരംഭിക്കും. അസ്ഥികളിൽ കാൽഷ്യം അടിഞ്ഞുകൂടുന്നത് കുറയുകയും കൂടുതലായിട്ടും വൃക്കയിലൂടെ ഈ കാൽഷ്യം പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുകയും വൃക്കയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ISSൽ അടിക്കുന്നതിനേക്കാൾ റേഡിയേഷൻ അടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിൽ കൂടുതൽ ഡാമേജുകൾ ഉണ്ടാകാനും നമ്മുടെ രക്തധമനികൾക്കും മറ്റും രക്തയോട്ടം ഉണ്ടാകുന്ന ഞരമ്പുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാർഡിയാക് അറസ്റ്റും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങളുടെ സാധ്യത വളരെയധികം കൂട്ടുകയും ചെയ്യുന്നു. നിലവിൽ 24ഓളം പേരാണ് ഒഫീഷ്യലി ചന്ദ്രനിലേക്ക് യാത്ര ചെയ്തത് അപ്പോളോ മിഷന്റെ ഭാഗമായിട്ട്. അവരിൽ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സാധാരണ ISSൽ കഴിയുന്നവരെക്കാൾ 5 മടങ്ങ് കൂടുതൽ ഈ ഹാർട്ട് അറ്റാക്ക്, കാർഡിയോ വാസ്കുലർ ഡിസീസുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് വിട്ടുപോകുന്നവർക്കുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത്രത്തോളം കാര്യങ്ങളൊക്കെ തന്നെ അതിജീവിച്ച്, ഇവിടെ തീരുന്നില്ല, ഇത്രത്തോളം കാര്യങ്ങൾ തന്നെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയാലും നമ്മുടെ സപ്ലൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കാർഗോ എത്തിക്കാനുള്ള സൗകര്യം
ഇല്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. ISSലേക്ക് കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വാഹനങ്ങൾ പോകുന്നതായിട്ട് നിങ്ങൾക്കറിയാം. ഓക്സിജൻ, വായു, ഫുഡ്, അതുപോലെ തന്നെ പരീക്ഷണത്തിലുള്ള സാമഗ്രികൾ, അവശ്യ വസ്തുക്കളൊക്കെ തന്നെ കൃത്യമായിട്ട് ISSലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ എന്തിനെങ്കിലും ഒരു ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടോ ഓക്സിജൻ ഡിലേയോ ഓക്സിജൻ സപ്ലൈയോ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ കാർഗോ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മൾ ISSൽ നിന്ന് ഒരാൾ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പുറത്തെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതിങ്ങനെ വന്ന് ലാൻഡ് ചെയ്തിട്ട് നമ്മൾ ഡോർ തുറന്ന് ഇറങ്ങി നടന്ന് കാറിൽ പോവുകയല്ല ചെയ്യുന്നത്. കാരണം നമ്മൾ സ്പേസിൽ ഇങ്ങനെ നിന്ന് സീറോ ഗ്രാവിറ്റിയൊക്കെ അനുഭവിച്ച് നമ്മുടെ ബോഡിയൊക്കെ വീക്കായി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ തന്നെ വീക്കായിട്ട് നമ്മൾ തിരികെ വരുമ്പോൾ പിന്നീട് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ മോട്ടോർ ന്യൂറോൺ സിസ്റ്റം ഒക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയുടെ 1G അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഗ്രാവിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ച് കൊണ്ട് നടക്കാനും ഇരിക്കാനും ഓടാനും ഒന്നും കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ പൊക്കിയെടുത്ത് കസേരയിൽ കൊണ്ടുവന്ന് ഇരുത്തിയാണ് ഇവരെ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത്. കൈ പോലും നന്നായിട്ട് ഉയർത്താൻ പ്രയാസമുള്ളൊരു സാഹചര്യമാണ് ഭൂമിയിൽ വരുമ്പോൾ. അതായത് നമ്മൾ ഭൂമിയിൽ നിന്നും അതിശക്തമായിട്ടുള്ള ഭാരമുള്ള മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു അനുഭവം നമ്മൾ സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ അനുഭവപ്പെടാം. നമ്മളിപ്പോൾ ഭൂമിയിലാണ് ഇവോൾവ് ചെയ്തതെങ്കിലും കുറേ നാൾ സ്പേസിൽ പോകുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. പിന്നെ ഒരുപാട് നാൾ അവർ മെൻ്റലി ഫിസിക്കലി ഓരോ തെറാപ്പികളൊക്കെ ചെയ്ത് ഓരോ എക്സസൈസുകളൊക്കെ ചെയ്തുകൊണ്ടാണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത്. പക്ഷേ നമ്മൾ ചൊവ്വയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതല്ല. ഫസ്റ്റ് കേസ്, ചൊവ്വയിൽ ഭൂമിയുടെ 1/3 ഗ്രാവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്ര സിമ്പിൾ അല്ല ചൊവ്വയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത്. ഇനി സേഫായിട്ട് ചൊവ്വയിൽ ലാൻഡ് ചെയ്താലും നമ്മളെ അവിടെ വന്ന് തൂക്കിയെടുത്ത് നമുക്ക് പ്രാഥമിക ശുശ്രൂഷകളൊക്കെ തന്നതിന് ശേഷം നമ്മുടെ ബോഡി ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവിടെ നമ്മുടെ ആദ്യത്തെ കുറേ യാത്രകളിൽ ആരും തന്നെ ഉണ്ടായിരിക്കണമെന്നില്ല. പിന്നീടുള്ള യാത്രയും ചൊവ്വയുടെ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരാൾക്ക് അവരുടേതായ പരിമിതികളുണ്ട്. നമുക്കറിയാം, വളരെ വലിയ സ്യൂട്ടുകളും ഹെൽമറ്റും ഒക്കെ വെച്ചതിന് ശേഷം ഒരാളെ തൂക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് അവർക്ക് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മാത്രമല്ല, ഭൂമിയിലുള്ളതുപോലെ 1G കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ സാധാരണ ഗ്രാവിറ്റിയിലേക്കല്ല പോയി ഇറങ്ങുന്നത്. ഏകദേശം 100 കിലോഗ്രാമുള്ള ആൾക്ക് 30 കിലോഗ്രാം മാത്രം ഭാരം അനുഭവപ്പെടുന്ന ഭൂമിയുടെ 100-1 മാത്രം അന്തരീക്ഷ മർദ്ദമുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നതിന് ശേഷം അഡാപ്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ തന്നെ ഒരുപാട് സമയം കഴിഞ്ഞു, എനിക്ക് മനസ്സിലായി. ഒരുപാട് നമ്മൾ യാത്ര ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ചൊവ്വയിൽ ചെന്ന് ഇറങ്ങി. നമ്മൾ സാധാരണ ചിത്രങ്ങളിൽ കാണുന്ന പോലെ ടെൻറ്റുകൾ കെട്ടി ചൊവ്വയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത്ര പെട്ടെന്നൊന്നും തടയാൻ കഴിയുന്നവയല്ല. ടെൻറ്റുകൾ കൊണ്ടോ വലിയ വലിയ മെറ്റീരിയൽസ് കൊണ്ടോ തടയാൻ സാധിക്കുന്നവയല്ല കോസ്മിക് കിരണങ്ങളും അതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന അതിഭീകരമായിട്ടുള്ള റേസുകളുമൊക്കെ തന്നെ. അതുമാത്രമല്ല, മിക്കവാറും നമ്മൾ ജീവിക്കാൻ പോകുന്നത് സോയിലിനടിയിലായിരിക്കും, സോയിൽ സർഫസിൻ്റെ അടിയിലായിരിക്കും. എന്നാൽ അവിടെയും ഒരു പ്രശ്നമുണ്ട്. പെർക്ലോറേറ്റ് എന്ന് പറയുന്ന വസ്തുവിൻ്റെ സാന്നിധ്യം, ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ചൊവ്വ ദൗത്യം ഒരുപാട് കണ്ടെത്തിയിരുന്നു. പെർക്ലോറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേർന്നാൽ അതിഭീകരമായിട്ടുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു രാസവസ്തുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ വളരെ വലിയ ഹണ്ടുകൾ അല്ലെങ്കിൽ കുടിലുകൾ പോലെയുള്ള സംവിധാനങ്ങൾ, ടെക്നിക്കൽ കുടിലുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചൊവ്വയുടെ അന്തരീക്ഷം ഭൂമിയുടെ അന്തരീക്ഷത്തേക്കാൾ മർദ്ദം കുറവായതുകൊണ്ടും അവിടെ അധികം ചൂട് പിടിച്ചു നിർത്താനുള്ള അത്ര വാതകങ്ങൾ ഇല്ലാത്തത് കൊണ്ടും രാത്രിയും പകലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഹീറ്റ് ആയിരിക്കും. ചിലപ്പോൾ അതിഭീകരമായ തണുപ്പും ചിലപ്പോൾ അതിഭീകരമായിട്ടുള്ള ചൂടുമാണ് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ പുറമേ ഉള്ള സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ചൊവ്വയിൽ നമുക്ക് പ്ലാന്റ് അല്ലെങ്കിൽ ചെടികൾ നടാൻ സാധിക്കുമോ? മിക്കവാറും ചൊവ്വയുടെ ഉപരിതലത്തിൻ്റെ കണ്ടീഷൻസൊക്കെ സാധാരണ രീതിയിൽ സസ്യങ്ങൾ നടാൻ സാധിക്കാത്ത രീതിയിലുള്ളതാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേസുകൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ വന്നിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വഭാവ ഗുണങ്ങളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കിട്ടുക സാധ്യമല്ല. പിന്നെ കാർഗോയൊക്കെ എവിടെ നിന്ന് കിട്ടും? നമ്മൾ കൊണ്ടുവന്നതല്ലാതെ മുൻകൂട്ടി സ്പെഷ്യൽ ഷിപ്പുകളിലൂടെ വന്ന കാർഗോകൾ ലഭ്യമാകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മാർഷ്യൻ സ്റ്റോം എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതിഭാസമുണ്ട്. ചൊവ്വയുടെ ഉപരിതലത്തിൽ അകാരണമായിട്ട് അതിശക്തമായിട്ടുള്ള കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കും, പൊടിക്കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സാധാരണ ഭൂമിയിലുണ്ടാകുന്ന ചുഴലിക്കാറ്റിൻ്റെ അത്ര സ്ട്രോങ് അല്ല എങ്കിലും പൊടിയോടൊപ്പമുള്ള ഈ ഒരു കാറ്റെന്ന് പറയുന്നത് നമ്മുടെ സെറ്റിൽമെൻറ്റുകളെയും സോളാർ പാനലുകൾ, നമ്മുടെ എനർജി റിസോഴ്സ് ആയിട്ടുള്ള സോളാർ പാനലുകളുടെ എഫിഷ്യൻസിയും ഒക്കെ കുറയ്ക്കുന്നതാണ്. എന്നതിനോടൊപ്പം തന്നെ വാഹനത്തിൻ്റെതായാലും നമ്മുടെ സെറ്റിൽമെൻറ്റിൻ്റെ ഒക്കെ തന്നെ എയർലോക്ക് സിസ്റ്റത്തെയും ടെക്നിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഒക്കെ തന്നെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമ്മൾ പരീക്ഷണം ചെയ്യുമ്പോൾ അവിടെ ജീവിക്കുമ്പോൾ ഒരാൾ വരുത്തി വയ്ക്കുന്ന എന്തെങ്കിലും ഒരു തെറ്റ് ബാധിക്കുക ആ ഒരാളെ മാത്രമല്ല, പകരം ആ ഒരു മിഷനിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കി കളയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരാൾ അവശേഷിച്ചാൽ മാർഷ്യൻ സിനിമയിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള
അതിജീവനം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ തന്നെയാണ്. കൃഷി ചെയ്യാനോ കാർഗോ സമയത്ത് കിട്ടാനോ നമ്മളെ ഡിറ്റക്റ്റ് ചെയ്യാനോ ഒക്കെ തന്നെ വളരെയധികം വെല്ലുവിളിയാണ് ഈ ദൂരം നമ്മൾ സൃഷ്ടിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ നമ്മുടെ ചൊവ്വയുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. 10 വർഷത്തിനുള്ളിൽ, അതിൽ തന്നെ 5-6 വർഷത്തിനുള്ളിൽ എലൺ മസ്കും 10 വർഷത്തിനുള്ളിൽ നാസയും ഒക്കെ തന്നെ പല രീതിയിൽ ചൊവ്വയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്റ്റാർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചൊവ്വയിലേക്ക് പോകുന്ന എലൺ മസ്കും ആർത്തമിസ് പ്രോഗ്രാമിലൂടെ ചന്ദ്രനിൽ കോളനി സ്ഥാപിച്ച് അവിടെ നിന്ന് ചൊവ്വയിലേക്ക് പോകാൻ പോകുന്ന നാസയും ഒക്കെ തന്നെ നേരിടുന്നത് ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഇത്തരം പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്നല്ല. പക്ഷേ ഒരു സാധാരണ ചൊവ്വ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം, എന്തൊക്കെ വെല്ലുവിളികൾ തരണം ചെയ്യണം, ഇതിനൊക്കെ നിലവിൽ പരിഹാരമുണ്ടോ, ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്താണ് ചെയ്യുന്നത്, ആദ്യമായിട്ട് ചൊവ്വയിൽ പോകുന്ന ആൾ ഞാൻ ഈ പറഞ്ഞ വെല്ലുവിളികളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നറിയാനുള്ള ആഗ്രഹമൊക്കെ തന്നെയാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇതിനൊക്കെ തന്നെ ടെക്നിക്കലായിട്ടുള്ള അപ്ഡേറ്റുകൾ ഉടനെ തന്നെ വരുമെന്നും പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ ചൊവ്വയിൽ എത്തിച്ചേർന്നതേ ഉള്ളൂ. ഇനി ചൊവ്വയിൽ നിന്ന് സേഫായിട്ട് ലോഞ്ച് ചെയ്യുക. വീണ്ടും അറൗണ്ട് 9 മാസം കൃത്യമായിട്ട് ഭൂമിയും ചൊവ്വയും ഒരേ ലൈനിൽ വരുന്ന സമയം നോക്കി ലോഞ്ച് ചെയ്ത് ഭൂമിയിലേക്ക് ഇത്രയും ദൂരം വീണ്ടും യാത്ര ചെയ്യുന്നു. സെയിം വെല്ലുവിളികൾ, അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള കണ്ടീഷൻ. ബോഡി കൂടുതൽ വീക്കായിരിക്കും. ഭൂമിയിൽ നിന്ന് ഒരുപാട് കാലം മാറി നിന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങോട്ട് പോയതിൻ്റെ അത്ര സുഖം തിരികെ വരാനും സാധിക്കില്ല, അല്ലെങ്കിൽ കാണില്ല. അതുപോലെ തന്നെ ഇന്ധനത്തിൻ്റെയും കാർഗോയുടെയും ഒക്കെ കുറവ് അവിടെയും അനുഭവപ്പെടും. എല്ലാം ഭൂമിയിൽ നിന്നാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചൊവ്വയിൽ നിന്ന് തിരികെ വരുമ്പോൾ ചൊവ്വയിലേക്ക് പോകുന്ന അത്രയുള്ള സുഖം ഉണ്ടായിരിക്കില്ല. എന്നിട്ട് ഭൂമിയിലേക്ക് കൃത്യമായിട്ട് അന്തരീക്ഷത്തിലൂടെ കത്തി അമരാതെ ലാൻഡ് ചെയ്യുക. 400 കിലോമീറ്റർ മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് പോലെയല്ല ഭൂമിയുടെ അന്തരീക്ഷം തുടങ്ങുന്നതിനേക്കാൾ മുകളിൽ, ഭൂമിയുടെ ഇൻഫ്ലുവൻസ് തുടങ്ങുന്നതിനേക്കാൾ മുകളിൽ, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിനേക്കാൾ മുകളിലൂടെ വന്ന് ഭൂമിയിലേക്ക് എൻട്രി ചെയ്ത് അതൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് ഭൂമിയിൽ തിരിച്ചെത്തി പിന്നീട് വേണം ഈ 21 മാസം ഉണ്ടാക്കിയ ഡാമേജ് പരിഹരിക്കാൻ. 40 വയസ്സുള്ള നിങ്ങളെ 80 വയസ്സുള്ള ആളിൻ്റെ ഒരു മനോനിലയിലേക്കും ശാരീരിക നിലയിലേക്കും എത്തിക്കുന്ന ഒരു യാത്രയായിരിക്കും നിലവിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. വീഡിയോ ഒരുപാട് നീണ്ടുപോയെന്ന് എനിക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനും സൂചിപ്പിക്കാനും ഒക്കെ ഉണ്ടെങ്കിലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ മനസ്സിലാക്കുക അത്ര സിമ്പിളല്ല. ഓരോ ദൗത്യങ്ങളും ഓരോ മിഷനുകളും വിജയിക്കുമ്പോഴും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വെല്ലുവിളികൾ ഇനിയും പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സ്റ്റിൽ നിങ്ങൾക്ക് ഇനിയും ചൊവ്വയിലേക്ക് പോകാൻ സ്വപ്നം കാണാം. ഇതിനൊക്കെ തന്നെ പരിഹാരം കണ്ടുകൊണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ തന്നെ ചൊവ്വയിലേക്ക് എത്തിച്ചേരട്ടെ. വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ.